നമസ്കാരം. കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ശബരിമല കൊള്ള തന്നെയാണ്. ഹൈക്കോടതി തന്നെ ഓരോ ദിവസവും ഞെട്ടുന്നു, SITയോട് തന്നെ ചോദിക്കുന്നു. ശബരിമലയിൽ ദേവസ്വം ബോർഡും തന്ത്രിയും അടക്കമുള്ളവർ കാണിച്ച വലിയ രീതിയിലുള്ള തട്ടിപ്പ്, അത് കുറുവാ സംഘങ്ങളെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ തന്ത്രിമാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാം തന്നെ തട്ടിപ്പ് നടത്തുമ്പോൾ ഇന്ന് BJP ഇന്ന് മകരജ്യോതിയാണ് ശബരിമലയിൽ. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് തന്നെ BJP ഈ CPM-ഉം കോൺഗ്രസും കൂടെ ചേർന്ന് ശബരിമലയിൽ നടത്തിയ ഈ കൊള്ളക്കെതിരെ ഒരു മകരജ്യോതി, അതിന്റെ ഒരു പ്രതിഷേധം തന്നെ BJP നടത്തുകയാണ്. വീണ്ടും ശബരിമല കലുഷിതമാകുന്നു. ആദ്യം തന്നെ 2019 സ്ത്രീകളെ ശബരിമലയിൽ അതേ രീതിയിലുള്ള ഒരു പ്രശ്നം ശബരിമലയിൽ ഉണ്ടാവുന്നു. ഹൈക്കോടതി ഇപ്പം ഇന്നലെ തന്നെ വന്നു, അവിടെ ആടി നെയ്യിൽ വരെ ഒരു വലിയ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഇപ്പോൾ അയ്യപ്പനുണ്ടോ യഥാർത്ഥത്തിൽ? ആ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയി. ഇല്ല, ശബരിമലയിൽ വിഗ്രഹമൊക്കെ അവിടെ തന്നെയുണ്ട്. കാരണം അതൊക്കെ പരിപാവനമായ രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് എന്തായാലും അതിനുള്ള ധൈര്യം ഇവർക്കാർക്കും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം ഇത് CPM-കാർ ചെയ്തെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇത് ഒരു സംഘം കൊള്ളക്കാർ ചെയ്ത സ്വർണ്ണക്കൊള്ള തന്നെയാണിത്. തന്ത്രി വരെ ഈ അയ്യപ്പന്റെ അച്ഛൻ എന്ന് പറയുന്ന തന്ത്രി വരെ ഇപ്പോൾ അതെ തന്ത്രി കണ്ഠരര് രാജീവര് വരെ ഇപ്പോൾ അറസ്റ്റിലായി ആശുപത്രിയിൽ IC യൂണിറ്റിൽ ഇപ്പോൾ വൈദ്യ ചികിത്സയിലാണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാനാകാത്തൊരു സംഭവമായിരുന്നു തന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് SIT കണ്ടെത്തിയത്. അതിലിനി കൂടുതൽ തെളിവുകൾ SIT മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് എത്രത്തോളം പങ്കുണ്ടായിരുന്നു കണ്ഠരര് രാജീവർക്ക് എന്ന് മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് 2017 ശബരിമലയിലെ കൊടിമരം മാറ്റിയതിലും അതിലും പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു എന്നാണ് അറിയുന്നത്. അന്ന് കോൺഗ്രസിലെ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ സമയത്താണ് കൊടിമരം മാറ്റി പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചത്. അതിൻ്റെ പേരിൽ നടന്ന ഇടപാടുകളും ഇപ്പോൾ അന്വേഷിച്ചു തുടങ്ങിയെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ശബരിമലയിലെ ആഴിയിലെ നെയ്യ്, അവിടെ അഭിഷേകം ചെയ്യുന്ന ആ നെയ്യുമായി ബന്ധപ്പെട്ട വിൽപ്പന, അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ആരോപണത്തെപ്പറ്റി ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് കൂടുതൽ നേരത്തെ ഇത് മേൽശാന്തിയുടെ മുറിയിൽ നിന്നും ഈ നെയ്യ് കണ്ടെടുത്ത് ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു കുറേ. കാരണം അവിടെ നെയ്യ് വിറ്റ് വരികയായിരുന്നു. ആ ഒരു അത് ശരിയായ നടപടിക്രമമല്ല. മേൽശാന്തിമാർക്ക് അങ്ങനെ ഒരു അധികാരം നെയ്യ് വിൽക്കാനുള്ള, ആടിയ നെയ്യ് വിൽക്കാനുള്ള അവകാശമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക് ആ നെയ്യ് കണ്ടുകിട്ടിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. അത് 2017 കൊടിമരം മാറ്റിയ വിഷയത്തിലും ഇപ്പോൾ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും തന്ത്രിയുടെ വീട്ടിൽ നിന്ന് SIT കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, പഴയ വാജിവാഹനം. അപ്പോൾ എന്തായാലും തന്ത്രി കുടുംബത്തിൻ്റെ ഒരു കുടുംബസ്വത്ത് പോലെ കൊണ്ടു നടന്നിരുന്ന ശബരിമല അയ്യപ്പൻ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് പകരം അവർ അതിൽ കാണിച്ചിരിക്കുന്ന ഇടപെടലുകൾ, ക്രമക്കേടുകൾ, ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അതും ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിലാണ്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു അന്വേഷണം എവിടെയോ വെച്ച് നിന്നു പോകേണ്ട ഒരവസ്ഥയായിരുന്നു. പക്ഷേ അന്വേഷണം ഇപ്പോൾ പോകുന്നത് ശരിയായ ദിശയിൽ തന്നെയാണെന്ന് SIT ഓരോ ഘട്ടത്തിലും കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അന്വേഷണം ചെറുതായിട്ടൊന്ന് ചവിട്ടി നിൽക്കുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കോട്ടത്തിന്റെ വിഷയം വന്നിരിക്കുന്നു. പിന്നെ ഈ അടുത്ത അന്വേഷണം നേരെ പോകേണ്ടത് കടകംപള്ളി സുരേന്ദ്രനിലും അതോടൊപ്പം തന്നെ പ്രശാന്തിനുമാണ്. കാരണം 2025 ശബരിമലയിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ അത് അന്വേഷിക്കുന്നുണ്ട്. 2025 പ്രശാന്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഇടപാടുകളെ സംബന്ധിച്ചും അന്നത്തെ ഒരു പോറ്റിയുമായി ബന്ധപ്പെട്ട പോറ്റിയുടെ ഒരു മൊഴി ഉണ്ടായിരുന്നു. ആ മൊഴി പ്രശാന്തിൻ്റെ കാലത്ത് ശബരിമലയിൽ പോറ്റി ചെയ്ത ചില ഇടപാടുകളെപ്പറ്റി, ആ ഇടപാടുകളിൽ ഇപ്പോൾ അതും SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരം അന്വേഷണങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് ഏതൊക്കെ പ്രബല സ്ഥാനങ്ങളിൽ ചെന്ന് കുലുക്കുമെന്നാണ് ഇപ്പോൾ കണ്ടറിയേണ്ടത്. കാരണം തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ തന്ത്രിയെ തെളിവുകൾ സഹിതം, അതും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പത്മകുമാർ അടക്കമുള്ള നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്കും ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമായത്. ഇതിനൊപ്പം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാം SITയുടെ പ്രവർത്തനം മന്ദഗതിയിലായില്ലെങ്കിൽ. കാരണം ഹൈക്കോടതിയിൽ മാത്രമാണ് ഇപ്പോൾ ഭക്തരുടെ പ്രതീക്ഷയും.